ചൈൽഡ് പോണോഗ്രഫി, ആയുധ കച്ചവടം, ഡ്രഗ്സ്, പിന്നെ വളരെ ക്രൂവലായിട്ടുള്ള ബ്രൂട്ടൽ മർഡേഴ്സ് ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡാർക്ക് നെറ്റിൽ അന്ന് സാറ് എഴുതുന്ന സമയത്ത്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഞാൻ കാണുന്നത് ഒരു ഇരുതല മൂർച്ചയുള്ള വാളിനെ പോലെയാണ്. ഈ ഡ്രഗിൻ്റെ വിൽപ്പനയും വാങ്ങലും വൻതോതിൽ ഡാർക്ക്നെറ്റ് വഴി നടക്കുന്നുണ്ട്. ഡിജിറ്റൽ യുഗത്തെക്കുറിച്ച് നമ്മൾ എഴുതുന്നത് ഈ ഡിജിറ്റലി നമുക്ക് കുറേ അവയർനെസ് കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് സാറ് ഈ ടെക്നിക്കാലിറ്റി സൈഡിലേക്കുള്ള ഒരു റിസർച്ച് ഒക്കെ എങ്ങനെയാണ് സാർ നടത്തുന്നത്? അപ്പോൾ എന്താണ് സാറിന് ഒരു നോവൽ എഴുതാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത്? അത് എസ്പെഷ്യലി സൈബർ ത്രില്ലർ എഴുതാനുള്ള അതിലേക്ക് നയിച്ച ഘടകം എന്താണ്? ടോക്ക് വിത്ത് മിജോ പി സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സാഹിത്യത്തിൽ ത്രില്ലർ സ്റ്റോറികൾക്ക് എക്കാലത്തും വലിയൊരു വായനാ സമൂഹമുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായി സാങ്കേതികവിദ്യയുടെ അതിപ്രസരമുള്ള ഈ ഡിജിറ്റൽ യുഗത്തിൽ മലയാളികളെ ഏറെ ആകാംക്ഷയുടെ മുൻപിൽ നിർത്തിയ വേറിട്ടൊരു ജോണറാണ് സൈബർ ത്രില്ലറുകൾ. തൻ്റെ ഭാവനയിലൂടെ സാധാരണക്കാരനെ ഇരുട്ടിൻ്റെ ഇടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പ്രിയ എഴുത്തുകാരൻ, പ്രശസ്ത പ്രസാധകരായ DC ബുക്സ് ക്രൈം ഫിക്ഷണൽ നോവൽ നടത്തിയ മത്സരത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് മലയാളത്തിൽ വലിയൊരു സൈബർ ത്രില്ലർ തരംഗം സൃഷ്ടിക്കുകയും ചെയ്ത ഡാർക്ക് നെറ്റ് എന്ന നോവലിൻ്റെ എഴുത്തുകാരൻ ആദർശ് എസ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു. വെൽക്കം സാർ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. സാറിൻ്റെ ആദ്യത്തെ നോവല് ഡാർക്ക് നെറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഏകദേശം 5 വർഷം കഴിഞ്ഞു. അതെ. അപ്പോൾ ഈ പുസ്തകത്തിൽ നമ്മൾ പരാമർശിച്ചിട്ടുള്ള 5 വർഷം മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഡാർക്ക് നെറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സൈബർ ക്രൈംസിനെ കുറിച്ച് ഒരുപാട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലെടുത്ത് പറയാവുന്ന കാര്യങ്ങൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈൽഡ് പോണോഗ്രഫി, ആയുധ കച്ചവടം, ഡ്രഗ്സ്, പിന്നെ വളരെ ക്രൂവലായിട്ടുള്ള ബ്രൂട്ടൽ മർഡേഴ്സ് ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡാർക്ക് നെറ്റിൽ അന്ന് സാറ് എഴുതുന്ന സമയത്ത് 5 വർഷം എഴുതുന്ന സമയത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇന്ന് ഇതെല്ലാം നമ്മളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ പത്രങ്ങളിലൂടെ എല്ലാം നമ്മൾ കാണുന്ന കാര്യം അതാണ്. അതായത് കുറ്റകൃത്യങ്ങളുടെ നേച്ചർ മാറി. അതെ. ഓരോ ദിവസവും നടക്കുന്ന കുറ്റങ്ങളുടെ നേച്ചർ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ സാറിൻ്റെ ഒരു ഒബ്സർവേഷൻ എന്താണ് ശരിക്കും? ഞാൻ ഡാർക്ക് നെറ്റ് എഴുതുന്നത് 2019-20 കാലയളവിലാണ് ഡാർക്ക് നെറ്റ് എഴുതുന്നത്. ആ സമയത്ത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർനെറ്റ് വഴിയുള്ള അല്ലെങ്കിൽ ഡാർക്ക് നെറ്റ് വഴിയുള്ള ക്രൈംസ് എന്നൊക്കെ പറയുന്നത് ഇൻ്റർനെറ്റ് വഴിയുള്ള ക്രൈംസ് ഉണ്ടെങ്കിൽ തന്നെ ഡാർക്ക് നെറ്റ് വഴിയുള്ള ക്രൈംസ് എന്നുള്ളത് കേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമായിരുന്നു. അതെ. അപ്പോൾ ഡാർക്ക് നെറ്റ് എന്ന ടൈം തന്നെ മലയാളികൾക്ക് അത്ര പരിചിതമില്ലാത്തൊരു സമയത്താണ് ഞാൻ ഡാർക്ക് നെറ്റ് എന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ നോവൽ എഴുതുന്നത്, ഡാർക്ക് നെറ്റ് എന്ന് പറയുന്ന നോവൽ എഴുതുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഞാൻ കാണുന്നത് ഒരു ഇരുതല മൂർച്ചയുള്ള വാളിനെ പോലെയാണ്. കാരണം നമുക്ക് ഇത് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്, അതേസമയം തന്നെ അത്രയും ദോഷങ്ങളും മറുസൈഡിലുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഡിജിറ്റൽ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇപ്പം മിജോ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. അതായത് ഞാനിപ്പോൾ 2019 ഡാർക്ക് നെറ്റ് എഴുതുന്ന സമയത്ത് ഞാൻ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ള കുറേ ക്രൈംസ് ഉണ്ട്. ആ ക്രൈംസ് ഈ 5 വർഷത്തിനിടയിൽ പല രീതിയിൽ പല ഭാവത്തിൽ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ നോവലിൽ പറയുന്ന ഒരു സെൻറ്റൻസ്, ഭാവിയിലെ കുറ്റകൃത്യങ്ങളാണ് ഈ ഡാർക്ക് നെറ്റ് വഴി വരാൻ പോകുന്നത്. കാരണം കേരള പോലീസിന് തലവേദന ഉണ്ടാക്കാൻ പോകുന്നതും ഭാവിയിൽ ഈ പറയുന്ന ഇൻ്റർനെറ്റിലെ ഡാർക്ക് നെറ്റ് വഴിയൊക്കെ നടക്കാൻ പോകുന്ന കുറ്റകൃത്യങ്ങളാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് മുമ്പ് ഒരു കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ വേണം. അതെ. ഫിസിക്കൽ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇപ്പം ഒരാളെ തല്ലി, അവിടെ ഒരാളെ വേണം തല്ലാൻ, അല്ലെങ്കിൽ ഒരാളുടെ ഒരു വീട്ടിൽ കയറി ഒരു മോഷണം നടത്തി, അപ്പം മോഷണം നടത്താൻ അവിടെ ഒരു ഫിസിക്കൽ പ്രസൻസ് വേണം. ഇന്നിപ്പോൾ ഡിജിറ്റൽ ലോകത്തേക്ക് വരുമ്പോൾ ഈ ഫിസിക്കൽ പ്രസൻസിൻ്റെ ആവശ്യം ഇല്ലാതാവുന്നു. മിജോയുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ മിജോ പോലും അറിയാതെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്നിട്ട് ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളുടെ ഒരു ഭാവവും രീതിയും തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ മിജോ പറഞ്ഞതുപോലെ കുട്ടികളുടെ പോണോഗ്രാഫി, അത് നമ്മുടെ ഇന്ത്യയിൽ പോലുള്ള ഒരു രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള തീർത്തും നികൃഷ്ടമായിട്ടുള്ള ഒരു ക്രൈമാണ്. പക്ഷേ ഇത്തരം ക്രൈംസ്
ഈ കുറ്റവാളികൾക്ക് വളരെ ഇത് എന്താ പറയുക ഭയമില്ലാതെ സഹായിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഡാർക്ക് നെറ്റ് എന്ന് പറയുന്നത്. കാരണം നോർമൽ കുറ്റകൃത്യങ്ങളല്ല ഡാർക്ക് നെറ്റ് വഴി പലപ്പോഴും നടക്കാറുള്ളത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡ്രഗ് ഡീൽസ്, ഈ ഡ്രഗിൻ്റെ വിൽപ്പനയും വാങ്ങലും വൻതോതിൽ ഡാർക്ക് നെറ്റ് വഴി നടക്കുന്നുണ്ട്. ഇടയ്ക്ക് കേരളത്തിൽ നിന്നൊരു വലിയ ഞാൻ ആ പേര് മറന്നുപോയി, വലിയൊരു വാർത്തയായിരുന്നു അത്. കാരണം തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർക്ക് പോലും അറിഞ്ഞുകൂടാ പുള്ളി ഡ്രഗ് ഡീൽ ചെയ്യണമെന്ന്. ഡാർക്ക് നെറ്റ് വഴി വാങ്ങുന്നു, അത് കൊറിയർ വഴി വരുന്നു, സാധനം പുള്ളി സപ്ലൈ ചെയ്യുന്നു, വിൽക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. അപ്പം ഇത്തരം കുറ്റകൃത്യങ്ങൾ ആരെയും പേടിക്കാതെ എന്താ പറയുക, ഒരു കൃത്യമായിട്ടുള്ള ഒരു സേഫ് ഷീൽഡിനകത്ത് കൊണ്ടിരുന്ന് ചെയ്യാനായിട്ടാണ് ഈ പറയുന്ന ഡാർക്ക് നെറ്റ് സൗകര്യം ഒരുക്കുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഒരു എഴുത്തിൻ്റെ പ്രസക്തി വരുന്നത്. ഡാർക്ക് നെറ്റ് എന്ന് എഴുതുന്നത്, അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ യുഗത്തെക്കുറിച്ച് നമ്മൾ എഴുതുന്നത്, ഈ ഡിജിറ്റലി നമുക്ക് കുറേ അവയർനെസ് കൊടുക്കാൻ പറ്റും. മിജോ ഒരു കാര്യം ആലോചിക്കുക, നമ്മളിപ്പോൾ എല്ലാ ദിവസവും പത്രത്തിൽ കുറേ വാർത്തകൾ കാണാറുണ്ട്. ഈ അതായത് പറ്റിക്കപ്പെടുന്ന വാർത്തകൾ, ഇൻ്റർനെറ്റ് വഴി പറ്റിക്കപ്പെട്ടു, OTP വഴി തട്ടിപ്പ് നടത്തി, അധ്യാപകൻ്റെ പണം നഷ്ടപ്പെട്ടു, ഡോക്ടറുടെ പണം നഷ്ടപ്പെട്ടു, എഞ്ചിനീയറുടെ പണം നഷ്ടപ്പെട്ടു, ഇങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മിജോ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് സാധാരണക്കാരല്ല, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ സൊസൈറ്റിയിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ആൾക്കാരാണ് പറ്റിക്കപ്പെടുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്. ഒരു പാവപ്പെട്ടവനെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ പോയി പറ്റിച്ചിട്ട് പോവുകയല്ല ചെയ്യുന്നത്. ഡോക്ടർ പറ്റിക്കപ്പെട്ടു, റിട്ടയർഡ് ജഡ്ജ് പറ്റിക്കപ്പെട്ടു, എഞ്ചിനീയർ പറ്റിക്കപ്പെട്ടു, ഈ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, നമ്മൾ എത്രത്തോളം ഡിജിറ്റലി എഡ്യൂക്കേറ്റഡ് ആണ് എന്നുള്ളതാണ് വിഷയം. നമ്മൾ ഡിജിറ്റലി എഡ്യൂക്കേറ്റഡ് അല്ല കേരളീയ സമൂഹം അല്ലെങ്കിൽ മലയാളികൾ എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറ്റിക്കപ്പെടുന്ന വാർത്തകൾ ദിവസം വരുന്നത്. ഇനി മറു സൈഡ് ആലോചിച്ച് നോക്കിയേ, ഈ പറ്റിക്കുന്നത് ആരാണ്? പറ്റിക്കപ്പെടുന്നത് മലയാളികളായിട്ടുള്ള, ഇപ്പം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, പറ്റിക്കുന്നത് യഥാർത്ഥത്തിൽ നോർത്ത് ഇന്ത്യയിൽ തീരെ വിദ്യാഭ്യാസമില്ലാത്ത ഏതെങ്കിലും ഒരു ക്രിമിനൽ സംഘം, അതല്ലെങ്കിൽ ആഫ്രിക്കയിൽ നൈജീരിയയിലൊക്കെ ഇരിക്കുന്ന, അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിൽ ഇരിക്കുന്നത് പോലെ തന്നെ വിദ്യാഭ്യാസവും വിവരവും ഒന്നും ഇല്ലാത്ത, തീർത്തും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് മാത്രമുള്ള കുറച്ച് ആൾക്കാരാണ് ഈ പറ്റിക്കാൻ നടക്കുന്ന ആൾക്കാർ. അവർ പറ്റിക്കുന്നത് ഇവിടെ നമ്മളെ സമൂഹത്തിൽ ഉയർന്ന നിലയിലിരിക്കുന്ന ആൾക്കാരെയാണ് പറ്റിക്കുന്നത്. അവർ ഈ ഡിജിറ്റൽ ഈ അതായത് ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അതിനുള്ള ടെക്നിക്കൽ നോളജിൽ ഭയങ്കര എക്സ്പെർട്ട് അല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ 1-2 ആൾക്കാർ അവർക്ക് OTP വഴിച്ച് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താം, അല്ലെങ്കിൽ ഒരു വൈറസിൻ്റെ ഒരു ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതുവഴി അവരുടെ ഡാറ്റ മുഴുവൻ ചോർത്തിയെടുക്കുക. ഇങ്ങനെ കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ അറിയായിരിക്കും, അത് വെച്ചിട്ട് അവരതങ്ങ് ഇത് ചെയ്യുന്നു. പക്ഷേ ആ ചെറിയ കാര്യങ്ങളെ പോലും പ്രതിരോധിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ വാസ്തവം. ഓക്കെ, ഇപ്പോൾ ഈ ഡാർക്ക് നെറ്റ് വായിച്ചു കഴിഞ്ഞാലും, നമ്മൾ സാറിൻ്റെ രണ്ടാമത്തെ പുസ്തകമായിട്ട് ഹാക്കർ എക്സ് വായിച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ടെക്നിക്കൽ സൈഡുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ആ ടെക്നിക്കാലിറ്റി അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ടെക്നിക്കാലിറ്റി നമ്മൾ എഴുത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് കുറേയധികം റിസർച്ചുകൾ വേണ്ടേ? അപ്പോൾ എങ്ങനെയാണ് സാറ് ഈ ടെക്നിക്കാലിറ്റി സൈഡിലേക്കുള്ള ഒരു റിസർച്ച് എങ്ങനെയാണ് സാർ നടത്തുന്നത്? നമ്മൾ സൈബർ ത്രില്ലർ എഴുതുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്പോൾ മിജോ പറഞ്ഞതാണ്. കാരണം നമ്മൾ ആ സാങ്കേതികത്വത്തെക്കുറിച്ച് എഴുതുമ്പോൾ അതവിടെ ഫാക്റ്റ് കൃത്യമായിരിക്കണം. അവിടെ ഫാക്റ്റ് കൃത്യമല്ലെങ്കിൽ മിജോ എൻ്റെ ബുക്ക് വാങ്ങി വായിക്കുമ്പോൾ മിജോ ആദ്യം ചെയ്യുന്നത്, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിജോ ഫോൺ എടുത്തിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് മിജോയ്ക്ക് വെരിഫൈ ചെയ്യും. പണ്ടത്തെ പോലെ അല്ല. പണ്ട് നമ്മൾ പഴയ ഡിറ്റക്റ്റീവ് നോവലുകളൊക്കെ വായിക്കുമ്പോൾ അതിൽ പല എഴുതി വയ്ക്കും. ഒരു സ്വിച്ച് അമർത്തി അപ്പോൾ ഒരു തോക്ക് ഉയർന്നു വന്നു, വെടിവെച്ചു എന്നൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട്. അതിലൊന്നും ടെക്നോളജി എന്താണെന്നോ ടെക്നിക്കാലിറ്റി എന്താണെന്നുള്ളതൊന്നും ആരും അവിടെ ചിന്തിക്കുന്നില്ല. അവർ രസം, ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ അതിനുണ്ട്, അത് വായിക്കുന്നു എന്നുള്ളതിനപ്പുറം. പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. ഇന്ന് ഞാനൊരു സെൻറ്റൻസ് എഴുതി വെച്ചാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുന്ന ഒരു വായനാ സമൂഹമാണ് എൻ്റെ മുന്നിലുള്ളത്. അപ്പം ആ വായനാ സമൂഹം എന്ന് പറയുന്നത് നമ്മളെക്കാട്ടിയും ടെക്നോളജിയിൽ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അവരെന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ എഴുതി വയ്ക്കുകയാണ്, ഇത് ഡാർക്ക് നെറ്റിലേക്ക് അയാൾ ആക്സസ് ചെയ്തു, ടോർ ബ്രൗസർ ഉപയോഗിച്ചിട്ട് കയറിയെന്ന് പറയുമ്പോൾ ടോർ ബ്രൗസർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ എന്നവർ ചെക്ക് ചെയ്ത് നോക്കും. എൻ്റെ പുസ്തകത്തിൽ ഞാനത് എഴുതിയിട്ടുണ്ട്.
ടോർ ടോർ ബ്രൗസർ വഴി അതിലേക്ക് ഡാർക്ക് നെറ്റിലേക്ക് ഹേബ ആക്സസ് ചെയ്തൊന്ന് എഴുതി വെക്കുന്നുണ്ട്. ഹേബ അത് വായിച്ചിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ടോർ ഡൗൺലോഡ് ചെയ്ത് ഡാർക്ക് നെറ്റിലേക്ക് ആക്സസ് ചെയ്ത വായനക്കാരുണ്ട്. അതെ ഉണ്ട് തീർച്ചയായിട്ടും നോക്കും. അതെ ഞാനും വായിക്കുന്ന സമയത്ത് എനിക്കും ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. എന്താണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ടോർ ബ്രൗസർ ഞാൻ ചുമ്മാ എഴുതി വെച്ചതാണെങ്കിൽ അവർ ചോദിക്കും ഇവൻ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇയാളിതെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, ഡാർക്ക് നെറ്റിലേക്ക് ആക്സസ് ചെയ്യുന്നത് ഇങ്ങനെയാണോ, ഡാർക്ക് നെറ്റ് ആക്സസ് ചെയ്യാനുള്ള ബ്രൗസർ ഇതാണോ, ഇങ്ങനെയുള്ള മണ്ടത്തരമാണോ പുസ്തകത്തിൽ എഴുതി വെക്കുന്നത് എന്നുള്ള ചോദ്യം വരാം. അതുപോലെ തന്നെ ഹാക്കിംഗ് രീതികളെക്കുറിച്ച് എഴുതുമ്പോഴും. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഫാക്റ്റ് എന്ന് പറയുന്നത് റിയലായിരിക്കണം. അതെ സ്റ്റോറി ഫിക്ഷൻ ആവാം, ഫാക്റ്റ് റിയലായിരിക്കും. ആ രീതിയിൽ വേണം. കാരണം അതിനു വേണ്ടി നമുക്ക് ഒരുപാട് റിസർച്ച് ചെയ്യേണ്ടി വരും. മിജോ പറഞ്ഞതുപോലെ ഇതിന് നല്ല റിസർച്ച്, എപ്പോഴും ഈ റിസർച്ച് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് വായനയിൽ നിന്നാണ്. നമ്മൾ വായിക്കുക, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പുസ്തകങ്ങളും ആർട്ടിക്കിളും എല്ലാം വായിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. അതിനെ സംബന്ധിച്ച് അതെല്ലാം നമുക്ക് ആവശ്യമുള്ളത് ഫിൽറ്റർ ചെയ്തെടുത്ത് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ മേഖലയിൽ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് നമ്മളത് ക്ലിയർ ചെയ്യും, ഇത് കറക്റ്റ് തന്നെയാണോ. കാരണം നമ്മളിപ്പം എല്ലാം നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുന്നതെല്ലാം തന്നെ കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അത് ചോദിക്കാറുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ ഈ റിസർച്ച് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളെടുത്ത് അതേപടി നോവലിലേക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, അത് ബോറായിപ്പോവും. ഇപ്പം മിജുവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ റിസർച്ച് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ എടുത്ത് അതിനകത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് അക്കാഡമിക്കൽ സാധനമായി. അത് വായിക്കാനല്ല മിജു പൈസ കൊടുത്ത് വാങ്ങും. അതെ, കഥയുടെ ഭംഗിയും കൂടെ പോകും. അപ്പോൾ അതിന് നമുക്ക് കഥയുടെ ഭംഗി നഷ്ടപ്പെടാതെ, അതിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടാതെ നമ്മളതിനെ എങ്ങനെ ആ സ്റ്റോറിക്കകത്ത് പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഇരിക്കുന്നത്. അതിനനുസരിച്ചുള്ള റിസർച്ചാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് വേണ്ട. ഞാൻ ഈ ഡാർക്ക് നെറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഗതിയുടെ ഒരുപാട് ഡീറ്റെയിലിംഗ് ഞാൻ മിജോയ്ക്ക് തരേണ്ട കാര്യമില്ല. ബേസ് തന്നാൽ മതി. ഇതാണ് ഡാർക്ക് നെറ്റ്, ഇങ്ങനെയാണ് കയറുന്നത്, ഇന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്, ഇത് മതി എനിക്ക് കഥ പറയാൻ, ഇത് മതി മിജോയ്ക്കും. അല്ലാതെ ഇതിൻ്റെ നെറ്റ്വർക്കിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതൊന്നും തന്നെ മിജോയ്ക്ക് ആവശ്യമില്ല. കാരണം ബേസിക്ക് ഞാനത് റിസർച്ച് ചെയ്യുന്നതിൻ്റെ എനിക്കൊരു ഗുണം, എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ബേസിക്കലി എൻ്റെ ബുക്ക് വായിക്കുമ്പോൾ ഡാർക്ക് നെറ്റ് എന്താണെന്നുള്ളത് ആ വായനക്കാരന് മിനിമം മനസ്സിലാവും. ഒരുപാട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എന്നുള്ളതല്ല, മിനിമം ഇതാണ് ഡാർക്ക് നെറ്റ്, ഇങ്ങനെയാണ് ഡാർക്ക് നെറ്റിനകത്ത് ആക്സസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചാണ് പലപ്പോഴും ഞാൻ നടത്താറുള്ളത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായത്തിനും നമുക്ക് അതിൻ്റെ പിന്നിൽ നല്ല രീതിയിലുള്ള റിസർച്ചും വേണ്ടി വരും, ക്രോസ് വെരിഫിക്കേഷനും വേണ്ടി വരും. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ വായനക്കാരുടെ ഓഡിറ്റിന് വിധേയമാവും. നമുക്ക് എന്തെങ്കിലും എഴുതി വയ്ക്കുക എന്നുള്ളതല്ല, ഫാക്റ്റായിട്ട് തന്നെ പോകണം. നല്ല രീതിക്ക് റിസർച്ച് വേണം. അതെ, തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം കാര്യങ്ങൾ എഴുതുമ്പോൾ വേണം. കാരണം നമ്മൾ ഇപ്പം വേറെ എന്തെങ്കിലും കുറിച്ച് എഴുതുമ്പോൾ നമുക്കതിൽ ഫിക്ഷൻ കലർത്താം. പക്ഷേ ഇതെന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്നത് എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് എഴുതി വയ്ക്കുന്നത് ശരിയല്ല. ഇപ്പോൾ സാറിപ്പം എഴുത്ത് തുടങ്ങിയത് ഇപ്പോൾ 5 വർഷം മുൻപ് ഡാർക്ക് നെറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലാണല്ലോ ആദ്യമായിട്ടൊരു നോവൽ എഴുതി തുടങ്ങുന്നത്. അതിനു മുൻപ് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. വായനാശീലത്തിൽ നിന്ന് ആണല്ലോ ഇത് വരുന്നത്. അപ്പോൾ എന്താണ് സാറിന് ഒരു നോവൽ എഴുതാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത്? അത് എസ്പെഷ്യലി ഈ സൈബർ ത്രില്ലർ എഴുതാനുള്ള അതിലേക്ക് നയിച്ച ഘടകം എന്താണ്? അതായത് മിജോയുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് ചോദ്യമുണ്ട്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് എഴുത്തിലേക്ക്? മിജോ പറഞ്ഞത് കറക്റ്റാണ്. നല്ലൊരു വായനക്കാരൻ ആകുന്നതിലൂടെ മാത്രമേ നമുക്ക് എഴുത്തിലേക്ക് കടന്നു വരാൻ പറ്റൂ. നല്ലൊരു വായനക്കാരൻ ആയി എന്നതുകൊണ്ട് നല്ലൊരു എഴുത്തുകാരനാവണമെന്നില്ല. പക്ഷേ ഒരു നല്ലൊരു വായനക്കാരനല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും എഴുത്തിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എഴുതുക എന്നുള്ളത് ഞാനങ്ങനെ വളരെ ഗൗരവതരത്തിൽ എടുത്തിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. വായിക്കുക എന്നുള്ളത് എനിക്കിഷ്ടമായിരുന്നു. കാരണം വളരെ ചെറുതിലേ അറിയാമല്ലോ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിൽ നമുക്ക് കിട്ടുന്ന ബാലരമയും പൂമ്പാറ്റയും ഇതൊക്കെ തന്നെയാണ്. അത് വായിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം, അതിൽ നിന്നുണ്ടാകുന്ന ഭാവനകൾ, ഇതൊക്കെയാണല്ലോ. ഇന്നത്തെ പോലെ നമുക്ക് അന്ന് ഇത്രയും സൗകര്യങ്ങളൊന്നുമില്ലല്ലോ, കമ്പ്യൂട്ടർ ഇതൊന്നുമില്ല. അന്നുണ്ടായിരുന്ന ബാലരമ, പൂമ്പാറ്റ, ഇതിനോടുള്ള വായന, ഇതുവഴി നമ്മളിലേക്കുണ്ടാകുന്ന ഭാവനകൾ, ഇങ്ങനെയാണ് മുന്നോട്ട് പോയത്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ലൈബ്രറികളിൽ മെമ്പർഷിപ്പ് എടുത്തു, വായന തുടർന്നു വന്നു, കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. അപ്പോഴും എഴുതുക എന്നുള്ളത് എൻ്റെ മനസ്സിലങ്ങനെ ചെറിയ ചെറിയ കഥകളൊക്കെ എഴുതണം എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ പോലും ഒരു നോവൽ എഴുതുക എന്നുള്ള ഒരു സങ്കല്പമൊന്നും മനസ്സിലില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഞാൻ DC ബുക്സിൻ്റെ ഒരു സൈറ്റിൽ കയറിയിട്ട് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി, ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ
ക്രൈം ഫിക്ഷൻ നോവൽ മത്സരത്തിൻ്റെ ഒരു പരസ്യം കണ്ടു. അപ്പം ആ പരസ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാമല്ലോ, എനിക്ക് ഒന്ന് ശ്രമിച്ചുകൂടെ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ക്രൈം ത്രില്ലർ. ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചിട്ടുള്ളത് ക്രൈം ത്രില്ലറുകളാണ്. അപ്പം എന്തുകൊണ്ട് എനിക്കൊന്ന് എഴുതിക്കൂടാ എന്നൊരു തോന്നലുണ്ടായി. ആ സമയത്ത് കോവിഡ് വന്നു, ലോക്ക്ഡൗൺ വന്നു. കാരണം അത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ ഡാർക്ക് നെറ്റ് എഴുതുന്ന കാര്യത്തിൽ എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഓഫീസിലെ തിരക്കുകൾ കാണും, എഴുതാമെന്ന് വിചാരിക്കും, പക്ഷെ അത് മാറ്റിവെച്ച് അങ്ങോട്ട് പോകാനായിരുന്നു സാധ്യത. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് ലോക്ക്ഡൗൺ വന്നു, ഓഫീസ് അടച്ചു, വീട്ടിലിരുന്നു. അപ്പോൾ നമുക്ക് എഴുതാനുള്ളൊരു അവസരം കിട്ടും. അപ്പോൾ പിന്നെ എന്ത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു എഴുത്തിലേക്ക്, ഡാർക്ക് നെറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ എഴുത്തിലേക്ക് നീങ്ങുകയാണ്. 5 മാസം കൊണ്ടാണ്. കാരണം ഏപ്രിൽ 30 ഏപ്രിൽ 30 അന്ന് DC ബുക്സ് പറഞ്ഞിരുന്ന ആദ്യത്തെ ലാസ്റ്റ് ഡേറ്റ്, കട്ട് ഓഫ് ഡേറ്റ്. അപ്പോൾ ആ ഡേറ്റിനകത്ത് ഇത് എഴുതി തീർക്കണം എന്നുള്ളത് കൊണ്ട് മുന്നിൽ 5 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 5 മാസങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ പുസ്തകം ഇത്രയും റിസർച്ച് ചെയ്യുന്നതും ഡേറ്റ എടുക്കുന്നതും എഴുതുന്നതുമെല്ലാം. അങ്ങനെയാണ് ആദ്യമായിട്ട് എഴുത്തിലേക്ക് വരുന്നത്. അപ്പം ഈ എഴുത്തിലേക്ക് അതൊരു മനഃപൂർവ്വമായിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നില്ല, തീർത്തും യാദൃച്ഛികമായിട്ട് എഴുത്തിലേക്ക് വന്നു പെട്ടതാണ്. വായന ഇതെല്ലാം ജീവിതത്തിൽ ഇങ്ങനെ കൂടെ ഉണ്ടെങ്കിൽ പോലും എഴുത്ത് എന്ന് പറയുന്ന ഇത് പെട്ടെന്ന് വന്ന ഒരു ട്രാക്ക് ചേഞ്ച് ആയിരുന്നു. സത്യം പറഞ്ഞാൽ കൊറോണ എഴുത്തിലേക്ക് കാരണം കൊറോണ എഴുത്തിലേക്ക് നയിച്ചു എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് എഴുതാൻ നിന്നിട്ടുണ്ട് ആ സമയത്ത്. കാരണം എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. ആ ഇരിക്കുന്ന ആൾക്കാരെല്ലാം പുസ്തകവും എഴുതുകയാണ്, കഥ എഴുതുകയാണ്, സിനിമ എഴുതുന്നു, തിരക്കഥ എഴുതുന്നു. കംപ്ലീറ്റ് ആൾക്കാരും ഇതിലായിരുന്നു. ഈ DC ബുക്സിൻ്റെ ഈ മത്സരത്തിൽ തന്നെ 100-300ഓളം പുസ്തകങ്ങളുണ്ടായിരുന്നു എന്നാണ് അന്ന് ഞാൻ അറിഞ്ഞത്. കാരണം അത്രയും പേര് അവിടെ ഇരുന്നിട്ട് പുസ്തകങ്ങൾ എഴുതുകയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ച പോലെ സൈബർ ത്രില്ലർ എന്നൊരു ജോണറാണ് സാറിൻ്റെ 2 പുസ്തകങ്ങളിലും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് ഈ സൈബർ ത്രില്ലറിനോടൊരു പ്രത്യേകത, ഒരു മമതയുണ്ടോ? അത് എന്താണ് ആ ഒരു ജോണർ മാത്രം സെലക്ട് ചെയ്യാനുള്ള കാരണം? എന്തുകൊണ്ട് സൈബർ ത്രില്ലർ? അതാണ് ചോദ്യം. അത് നല്ലൊരു ചോദ്യമാണ്. കാരണം മലയാള സാഹിത്യം എന്ന് പറയുന്നത് വളരെ ചരിത്രം ഉള്ള ഒരു സാഹിത്യ ശാഖയാണ് മലയാള സാഹിത്യം എന്ന് പറയുന്നത്. കാരണം മലയാള സാഹിത്യം കൈകാര്യം ചെയ്യാത്ത മനുഷ്യാവസ്ഥകളില്ല എന്ന് തന്നെ പറയാം. എല്ലാ അവസ്ഥകളെയും മലയാള സാഹിത്യം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രണയമായാലും വിരഹമായാലും ബന്ധങ്ങളുടെ തകർച്ചയായാലും അല്ലെങ്കിൽ പരിണാമമായാലും ഇതെല്ലാം തന്നെ മലയാള സാഹിത്യം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പം അഭയാർത്ഥി പ്രശ്നങ്ങളും ലോകത്തിലെ പല രാജ്യങ്ങളിൽ കിടക്കുന്ന അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങൾ വരെ മലയാളത്തിൽ വരുന്നുണ്ട്. കാരണം പഴയതുപോലെയല്ല, വേൾഡ് വൈഡായിട്ട് മലയാളി എഴുത്തുകാർ എഴുതുന്നുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇറങ്ങുന്ന പുസ്തകങ്ങൾ ആ കാലഘട്ടത്തിലെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള അവസ്ഥകളെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലായിരിക്കും പുസ്തകങ്ങൾ വരുന്നത്. നമ്മൾ MD തകഴി, SK പൊറ്റക്കാട്, ബഷീർ ഇവരൊക്കെ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ നേർചിത്രങ്ങളാണ്. കാരണം അത് വായിക്കുമ്പോൾ നമുക്ക് ആ കാലഘട്ടം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് പിടികിട്ടും. അതാണ് എഴുത്തെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ മിജോ എഴുതുമ്പോൾ മിജോ ജീവിച്ചിരുന്ന കാലഘട്ടത്തെയാണ് മിജോ അടയാളപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കിതിൽ ഏറ്റവും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ വന്നു 1970 സംതിങ്ങുകളിൽ അടിയന്തരാവസ്ഥ വന്നു. അപ്പോൾ ഈ അടിയന്തരാവസ്ഥയെ ബേസ് ചെയ്ത് ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ OV വിജയൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ പലതും അടിയന്തരാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. പിന്നെ നമ്മുടെ M സുകുമാരൻ, VK, പിന്നെ കാക്കനാടൻ, സക്കറിയ ഇവരെല്ലാം കഥകളിലൂടെയും കവിതകളിലൂടെയൊക്കെ അന്ന് ഈ അടിയന്തരാവസ്ഥയെ അടയാളപ്പെടുത്തിക്കൊണ്ട് എഴുതി. ഇന്നത്തെ തലമുറയ്ക്ക് അന്ന് അടിയന്തരാവസ്ഥ എന്താണെന്ന് അറിയില്ല. പക്ഷെ അവർക്ക് ഇവരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പം ഇതായിരുന്നു അന്നത്തെ കാലം എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ ആ കാലഘട്ടത്തിലെ യുവാക്കളുടെ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന എഴുത്തുകളായിരുന്നു നമ്മുടെ ഈ പറയുന്ന MDയുടെ ആയാലും ഈ OV വിജയനായാലും എല്ലാവരും ചെയ്തിരുന്നത്. അന്നത്തെ കാലത്തിലെ യുവജനങ്ങളുടെ പ്രശ്നങ്ങളെയും കൂടെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. എന്നാൽ നമ്മൾ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ അന്നത്തെ തലമുറയുടെ പ്രശ്നങ്ങളല്ല ഇന്നത്തെ തലമുറയുടെ പ്രശ്നങ്ങൾ. അന്ന് അരാജകത്വം, തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം, യുദ്ധങ്ങൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയിലേക്ക് വരുമ്പോൾ ആ പറയുന്ന പ്രശ്നങ്ങളൊന്നും അല്ല ഇന്നത്തെ ജനറേഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 10-15 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ലോകം തന്നെ കീഴ്മേൽ മറിഞ്ഞു.
15 വർഷം മുമ്പ് എന്തായിരുന്നു നമ്മൾ ഡിജിറ്റലി അല്ലെങ്കിൽ സൈബർ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡ് എന്തായിരുന്നു, 15 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഈ ഡിജിറ്റൽ ലോകം എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മലയാള സാഹിത്യത്തിൽ ഞാനിത് പരിശോധിക്കുമ്പോൾ ഇപ്പം വിജയോട് ഞാൻ ചോദിക്കുകയാണ്, ഇന്നത്തെ ലോകത്തെ ഒരു ഡിജിറ്റൽ അവസ്ഥയെ പ്രതിനിധീകരിക്കുന്ന എത്ര പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്? പണ്ട് കാലത്ത് നമ്മുടെ പ്രശസ്തരായ എഴുത്തുകാർ അവരുടെ കാലഘട്ടത്തിൽ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്ന എത്ര പുസ്തകങ്ങളിലാണ് ഇന്നത്തെ തലമുറയുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഇതുള്ളത്? ഇന്നത്തെ കാലത്ത് പക്ഷേ അന്ന് എഴുത്ത് എന്ന് പറയുന്ന മാധ്യമം നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇന്ന് എഴുത്ത് എന്ന് പറയുന്ന മാധ്യമം നമ്മൾ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം, ഇപ്പം നമ്മുടെ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എഴുതുന്ന ഒരാളായിരിക്കണമല്ലോ. ആ എഴുതുന്ന ആളുകളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുമെന്ന് തോന്നുന്നു. എഴുതുന്ന ആൾക്കാരുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. കാരണം ഇന്ന് എഴുത്തുകാരുടെ എണ്ണം മുമ്പുണ്ടായിരുന്നതിൻ്റെ എത്രയോ ഇരട്ടി വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഇന്നത്തെ കാലത്തെ ജനറേഷൻ, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളവർ, അവരെല്ലാം ഈ ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിക്കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അവർ അഡ്രസ്സ് ചെയ്യുന്നതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ അതെ കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷേ എഴുത്തിലൂടെ അതൊരു ഒരു ബുക്കായിട്ടോ അല്ലെങ്കിൽ അതൊരു ഓൺലൈനിലൊരു പുസ്തകമായിട്ടോ അല്ലെങ്കിൽ ഒരു PDF ഫയലായിട്ടോ ചെയ്യുന്നത് അങ്ങനെ അധികം വളരെ കുറവാണ്. അതാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവിടെയാണ് നമുക്ക് ഈ സൈബർ ടെക്നോളജിയിൽ അല്ലെങ്കിൽ സൈബർ ത്രില്ലറുകളിൽ നമുക്കൊരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ഫോൺ മാറ്റി വെച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല, ഇൻ്റർനെറ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലാം നമ്മൾ ഈ ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കഥകളും ഇത് ഇൻക്ലൂഡ് ചെയ്ത് മാത്രമേ വരൂ. അല്ലാതെ ഇതൊന്നും ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചോ ഇതൊന്നും ഇല്ലാത്ത ഒരു കഥാപാത്രത്തെക്കുറിച്ചോ നമ്മൾ പറയുക എന്ന് പറയുന്നത് ഇതല്ല. പിന്നെ ഇതിലെ പ്രശ്നമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് നല്ല രീതിയിലുള്ള റിസർച്ച് ആവശ്യമുണ്ട്, ഇതിന് നല്ല രീതിയിലുള്ള എഫർട്ട് എടുക്കേണ്ടതുണ്ട്, ഇത് കൃത്യമായിട്ട് ഫാക്റ്റുകൾ നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഇതിന് മടിക്കാറുണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് അവിടെ നല്ലൊരു സാധ്യതയാണ് തോന്നിയത്. സൈബർ ത്രില്ലറുകൾ ഭാവിയിലെ ത്രില്ലറുകളാണ്. അതുകൊണ്ടാണ് ഞാൻ സൈബർ ത്രില്ലർ എന്നുള്ളതിലേക്ക് വന്നത്.